കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ IT മേളയിലെ IT ക്വിസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ എന്ന ഖ്യാതി നേടിയ പെൺകുട്ടി ആരാണ്? ശ്രീലക്ഷ്മി സുരേഷ്. ഡിജിറ്റൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോർജ് സ്റ്റിബിറ്റ്സ്. സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗിബ്സൺ. കുട്ടികൾക്കായി സേമൂർ പാപ്പട്ട് വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടർ ഭാഷ ഏത്? ലോഗോ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ സൈബർ ഫോറൻസിക് സോഫ്റ്റ്വെയർ സൈബർ ചെക്ക് സ്യൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക IT നെറ്റ്വർക്ക് ഇൻഡോനെറ്റ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ഥാപിതമായത് എവിടെ? കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. CPU എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏതു ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. കമ്പ്യൂട്ടർ മോണിറ്ററിലെ വിവിധ ഇനങ്ങൾ സെലക്ട് ചെയ്യാനും ചലിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മൗസ്. കമ്പ്യൂട്ടറിന്റെ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരെന്താണ്? മിക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. 1963 കമ്പ്യൂട്ടർ മൗസ് വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരൻ ആര്? ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട്. മോഡം എന്നതിന്റെ മുഴുവൻ പേര് എന്താണ്? മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ സംവിധാനം ആരംഭിച്ച ബാങ്ക്? HDFC ബാങ്ക്. ടെലിഫോൺ, OFC ലൈനുകളിൽ കൂടി കമ്പ്യൂട്ടറുകൾക്ക് വിവരം കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? മോഡം. മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ കമ്പനി പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആൻഡ്രോയിഡ്. സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? NR നാരായണമൂർത്തി. മുള കൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി? അസൂസ്. ആപ്പിൾ കമ്പനിയുടെ ഐപോഡ്, ഐപാഡ് എന്നീ ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തത് ആരാണ്? ജോനാഥൻ ഐവ്. ചിത്ര ഫയലുകളുടെ എക്സ്റ്റൻഷനായ GIFന്റെ പൂർണ്ണരൂപം? ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. പ്രശസ്ത ഇന്ത്യൻ IT സ്ഥാപനമായ HCL കമ്പനി സ്ഥാപിച്ചത് ആരാണ്? ശിവ് നാടാർ. ഉപയോക്താവിന്റെ ആരോഗ്യനില പരിശോധിച്ച് ആവശ്യമായ മുൻകരുതലുകൾ നൽകാൻ കഴിവുള്ള മൗസിന്റെ പേര്? ഹാർട്ട് ബീറ്റ് മൗസ്. ഒരു റൂട്ടറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? കണക്ടിവിറ്റി. വെബ് വികസനത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? ജാവാസ്ക്രിപ്റ്റ്. HTTP എന്താണ് സൂചിപ്പിക്കുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ.
ഡാറ്റ സംഭരണത്തിനായി പ്രാഥമികമായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹാർഡ് ഡ്രൈവ്. സൈബർ സുരക്ഷ എന്നത് എന്ത് പരിരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? വിവരങ്ങൾ. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് പവറിന് അത്യന്താപേക്ഷിതമായ ഘടകം ഏതാണ്? CPU. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രാഥമികമായി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഡാറ്റ സംഭരണത്തിനായി. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ്. ഇമെയിലിന്റെ പൂർണ്ണരൂപം എന്താണ്? ഇലക്ട്രോണിക് മെയിൽ. WWW എന്താണ്? വേൾഡ് വൈഡ് വെബ്. കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ടി റസൽ. പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് എന്ത്? ലാപ്ടോപ്പ്. കമ്പ്യൂട്ടറിൽ നിന്നൊരു ഡോക്യുമെന്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? പ്രിന്റർ. ഒരു ബൈറ്റ് എത്രയാണ്? 8 ബിറ്റുകൾ. വിൻഡോകൾ, ഐക്കണുകൾ, മെനുകൾ, ഡയലോഗ് ബോക്സുകൾ എന്നിവ ദൃശ്യമാകുന്ന ഓൺ സ്ക്രീൻ വർക്ക് ഏരിയയെ എന്താണ് വിളിക്കുന്നത്? ഡെസ്ക്ടോപ്പ്. നീക്കം ചെയ്ത ഫയലുകൾ വിൻഡോസ് സംഭരിക്കുന്ന സ്ഥലത്തെ എന്താണ് വിളിക്കുന്നത്? റീസൈക്കിൾ ബിൻ. എല്ലാ ആപ്ലിക്കേഷനുകളും ഉപേക്ഷിച്ച് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ഷട്ട് ഡൗൺ. പ്രോസസ്സിംഗ് സമയത്ത് ഡാറ്റയും നിർദ്ദേശങ്ങളും താൽക്കാലികമായി സംഭരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ഏത് ഘടകമാണ്? റാം, റാൻഡം ആക്സസ് മെമ്മറി. ഈ കമ്പ്യൂട്ടർ ഭാഗം എന്താണ്? മദർ ബോർഡ്. ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഏത്? ജാവ. ജാവ ഭാഷ വികസിപ്പിച്ചെടുത്ത വ്യക്തി ആര്? ജെയിംസ് ഗോസ്ലിംഗ്. ജാവ ഭാഷയുടെ ആദ്യ പേര് എന്തായിരുന്നു? ഓക്ക്. കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്ന് പൊതുവെ പറയാറുള്ളത് ഏതു മെമ്മറിയാണ്? റാം. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം ഏതായിരുന്നു? അർപ്പാനെറ്റ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു? ബൂട്ടിംഗ്. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ബിറ്റ്. ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? പരം. കമ്പ്യൂട്ടർ കേസ്, മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? ഹാർഡ്വെയറുകൾ. ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏത്? വിവാഹ്. ഐസിയുടെ പൂർണ്ണരൂപം എന്താണ്? ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട്. ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാനകോശം ഏത്? വിക്കിപീഡിയ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വിസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അടുത്തിടെ പുറത്തിറക്കിയ വിങ്സ് ടു അവർ ഹോപ്സ് എന്ന പുസ്തകം ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? ശരിയുത്തരം ആദ്യമേ പറഞ്ഞ 5 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ലക്ഷ്മി, രൂപ, ആവണി, ഇൻഷ, കാശി, വൈകാശി. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. തുടർന്നും വീഡിയോസ് കാണുക.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബൈ ഗ്ലോബ് ഏതു രാജ്യത്തെ പ്രധാന സെർച്ച് എഞ്ചിനാണ്? നിങ്ങൾക്കിതിൻ്റെ ഉത്തരമറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ.